എനിക്ക് മനസ്സിലാകാത്തതല്ല. ഇങ്ങേരെ ഈ മുഹൂർത്തത്തിന് ഇങ്ങോട്ട് കെട്ടിയെടുത്ത് എന്തിനാ? തൂക്കുന്നിടത്ത് ഐജി വേണമെന്ന് എവിടാ പറഞ്ഞിരിക്കുന്നേ? അതാ ഞാൻ പറഞ്ഞത്, ഇവനൊക്കെ മനുഷ്യന്റെ ചോര കുടിക്കുന്ന ഇനമാണ്. ആ അതുകൊണ്ട് എന്നാ പറ്റി? കാക്കിക്കകത്ത് മൂത്രം ഒഴിച്ചില്ലേ ഐജിയമാൻ? എന്റെ ഡോക്ടറെ, നിങ്ങൾ അവിടെ വേണമായിരുന്നു. അബുവിന്റെ തന്ത കറിയാച്ചനെ നിലം തൊടിയിച്ചില്ല. ഓ, എന്തായിരുന്നു മൂപ്പിൽസിന്റെ ഒരു പെർഫോമൻസ്! 19 വയസ്സുള്ള കിളവനാ. സ്വന്തം മോന്റെ കൊലക്കേറിന് മുന്നിലും എന്താ അയാളുടെ ഒരു ചങ്കൂറ്റം! പക്ഷേ പാപ്പയും മോനും കൂടെ നന്ദിയാത്ര പറയുന്ന രംഗം, എന്റെ ഡോക്ടറെ, അത് കണ്ടു നിൽക്കാൻ മനസാക്ഷിയുള്ളവർക്ക് കഴിയില്ല. അപ്പോഴാ ഇവിടെ ഒരുത്തൻ ഡിപ്പാർട്ട്മെന്റ് ചെലവിൽ വന്ന് ടിക്കറ്റ് എടുത്ത് ബാൽക്കണിയിൽ ഇരിക്കുന്നത്. അബൂബക്കർ തൂക്കുന്ന കാണാൻ. സാഡിസ്റ്റ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാഡിസ്റ്റ് ആരെന്നറിയാവോ എനിക്ക്? ഈശ്വരൻ, കൊടയതമ്പുരാൻ. അങ്ങേർക്ക് മുന്നിൽ ഐജി സ്കറിയ സക്കറിയൊക്കെ വട്ടം പൂജ്യം. തെളിവുണ്ട്, സോളിഡ് പ്രൂഫ്. പ്രപഞ്ചത്തിലെ മുഴുവൻ ഈശ്വരന്മാർക്കും എതിരെ സാക്ഷി പറയാൻ എന്റെ ഈ തെളിവുണ്ടോ? ഇവളാ ഒന്നാം സാക്ഷി, എന്റെ അമ്മുക്കുട്ടി. കൂടെ ഞാനും ഉണ്ടായിരുന്നു. പിന്നെ എന്റെ മകൾ തളിയൂരമ്മയുടെ തിരുനടയിൽ മരിച്ചു വീണ നൂറുകണക്കിന് നിരപരാധികൾ. പിന്നെ ഞാൻ പറയില്ലേ, ഒരു തങ്കച്ചൻ, അവനെ പോലെ കാലും കൈയും നഷ്ടപ്പെട്ട വേറെ കുറെ പേർ. എല്ലാരും സാക്ഷികളാ. പക്ഷേ പറഞ്ഞിട്ടെന്താ? പ്രതികൾ നിസ്സാരക്കാരല്ലല്ലോ. കത്തിക്കരിഞ്ഞ മനുഷ്യ ശരീരങ്ങൾക്കിടയിൽ നിന്നും എന്റെ അമ്മുക്കുട്ടിയുടെ ഒരു പിടി ചാരം പോലും എനിക്ക് കിട്ടിയില്ല. ഒത്തിരി കുടിച്ചു. എങ്ങനെ കുടിക്കാതിരിക്കും? മോള് പറ. അബുവിനെ രക്ഷപ്പെടുത്താനായി നീയും ഒത്തിരി തെളിവുകൾ ശേഖരിച്ചതല്ലേ? എന്നിട്ട് എന്തായി? ഏട്ടോ ദാസേ, ആയുസിന്റെ ബലം കൊണ്ടാ അന്ന് ഇവള് രക്ഷപ്പെട്ടത്. MBBSന്റെ സെക്കൻഡ് സെമിസ്റ്റർ കഴിഞ്ഞ ദിവസമായിരുന്നു അന്ന്. മകൾക്ക് വലിയ മാർക്ക് കിട്ടാൻ ദേവിയോട് പ്രാർത്ഥിക്കാൻ പോയതാ എന്റെ അമ്മു. അച്ഛൻ എത്രാമത്തെ തവണ ഇതൊക്കെ പറയുന്നത്? വീണ്ടും വീണ്ടും ഓർത്ത് എന്തിനാ ഇങ്ങനെ? ആ സാഹിബ് വന്നിട്ട് എന്നെ അന്വേഷിച്ചില്ലേ ദാസേ? ഇന്നൊന്നും ചോദിച്ചില്ല. ഇന്നത്തെ മാനസികാവസ്ഥ അതായിരുന്നില്ലല്ലോ. ആളിവിടെ സത്രത്തിലുണ്ട്. വേണ്ട, ഇനി ഒരിക്കൽ കൂടെ സാഹിബിനെ നേരിടാൻ വയ്യ. പക്ഷേ അബുവിനെ കാണാതെ വയ്യല്ലോ. അവന്റെ നെഞ്ചിടി പളക്കണം, കണ്ണുകളിൽ നോക്കി ആരോഗ്യം ഉറപ്പുവരുത്തണം. കൊലമരത്തിലേക്ക് അവനെ മിടുമിടുക്കനായി അയക്കേണ്ടത് എന്റെ ഡ്യൂട്ടി ആയി പോയില്ലേ? പാകിസ്ഥാൻ ചാരൻ അബൂബക്കറിന് കൊലക്കയറൊരുങ്ങി. നാളെ തൂക്കിലേറ്റും. ചൂടുവാർത്ത, 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 ചൂടുവാർത്ത. ഇതാരടാ ഈ കൊച്ചോളുപ്പം കാലത്ത്? എന്താ? അബൂബക്കർ ഒന്ന് കാണാൻ. ഏത് അബൂബക്കർ? സുബൈദാർ അബൂബക്കർ. തിരൂരിന്നും വരിക. ആണോ? എന്നാ പിന്നെ കുറച്ച് നേരത്തെ വരാമായിരുന്നു. എന്റെ കൊച്ചെ, മണി 7 ആയുള്ളൂ. 9 മണിക്ക് ഓഫീസ് തുറക്കത്തുള്ളൂ. അന്നേരം വാ. നാളെ വെളുപ്പിന് തൂക്കുന്നതുകൊണ്ട് ഇന്ന് കാഴ്ചക്കാർ ഒരുപാട് കാണും. കടയില് സുബേദാരുടെ ഫോൺ വന്നു. നാളെ എത്തുമെന്ന്. നാളെയോ? മറ്റന്നാളാണല്ലോ കത്തില്. ഇത് വരുന്ന വഴി ഏതോ തീവണ്ടി ഓഫീസിൽ നിന്ന് വിളിച്ചിരിക്കാം. എന്നാ ഞാൻ പോട്ടെ? കേട്ടില്ലേ, സുബേദാർ വരുന്നു. അതിന് എനിക്കെന്താ?
നിന്റെ ഇക്ക വരുന്നു, നിനക്ക് കൊള്ളാം. എങ്ങനെ എങ്ങനെ ഇത്തവണെങ്കിലും ഓനെ പിടിച്ച് കട്ടിയിരുന്നട്ടാ, അല്ലെങ്കിൽ പിന്നെ മൂക്കി പല്ല് വന്നാലും കല്യാണം നടക്കില്ല. മൂക്കിപ്പല്ല നിങ്ങളുടെ മൂക്ക. ഇത്തവണ 2 കെട്ട് ഒന്നിച്ചായിരിക്കും. കൊണ്ടോട്ടിക്കാരനെ കയ്യോടെ കൊണ്ടുപോകാന്ന് കേട്ടു. നിക്കിപ്പോഴൊന്നും നിക്കാഹ് വേണ്ട. 2 വർഷം കൂടി കഴിഞ്ഞിട്ട് ചെക്കനെ നോക്കിയാൽ മതിയെന്ന് ഞാൻ നിക്കാനോട് പറയാൻ പോവാ. അയ്യടാ, 2 വർഷം. ഒറ്റ ആഴ്ചക്കുള്ളിൽ ആ കൊണ്ടോട്ടിക്കാരൻ ചെക്കൻ്റെ കൂടെ ഇറങ്ങി പൊക്കോണം. ഇല്ലെങ്കിൽ പെങ്ങളൂട്ടി അവിടെ നിൽക്കും. പട്ടാളത്തിനെയും കൊണ്ട് ഞാനിങ്ങ് പോവും. ആഹാ. അബുവിനെ കാണാൻ വന്നതല്ലേ? വരൂ. അതാണ് സെല്ല്.
എപ്പോ വന്നു? കാലത്ത്. രാത്രിയിലെ പോന്നല്ലേ? ശേഖരൻ മാമൻ കിടപ്പാണ്. വരവിട്ട് വല്ലാണ്ട് ക്ഷണിച്ചു പോയി. കരയരുത്. അപ്പോ പോയെന്ന് കരുതി ജീവിതം തീർന്നിട്ടില്ല. മറക്കണം. ജീവിതത്തിൽ നല്ലത് മാത്രം ഓർക്കാൻ ശ്രമിക്കുക. ശാപം കിട്ടിയ ജന്മത്തെ ഇനി ഒരിക്കലും ഓർമ്മിക്കരുത്. കുഞ്ഞുനാളിലെ അച്ഛൻ പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ പാവങ്ങളാ, വലിയ സ്വപ്നങ്ങളൊന്നും കാണരുതെന്ന്. എന്നിട്ട് ഞാനൊരു വലിയ സ്വപ്നം കണ്ടു. സുബൈദാർ അബൂബക്കറുടെ ഭാര്യ. ദൈവങ്ങൾക്ക് പോലും അത് ഇഷ്ടായില്ല. 5 വയസ്സ് മുതൽ ദേവി നടയിൽ പൂജാ പുഷ്പങ്ങൾ എത്തിക്കാതെ ഞാൻ ജലപാനം കഴിച്ചിട്ടില്ല. ദേവി സ്തോത്രം ഉരുവിട്ട് തീർക്കാതെ ഒരു രാത്രി പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. എന്നിട്ടും എന്നോട് അച്ഛന് യാത്ര ചെയ്യാൻ വയ്യ. അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് ഞാൻ വന്നത്. എനിക്കെല്ലാം എന്റെ മരണം വരെ ഓർക്കണം. ഞാനൊന്ന് ഉറപ്പിച്ചതായിരുന്നു, ഇവിടെ സുബൈദാർ അബൂബക്കറുടെ കഴുത്തിൽ കയറി വീഴുമ്പോ തളിയൂർ അമ്മയുടെ ശ്രീകോവിലിന് മുന്നിൽ സ്വയം തീ കൊളുത്തി ജീവൻ എടുക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചതായിരുന്നു. അവിടെ ദൈവങ്ങൾ എന്നെ തോൽപ്പിച്ചു. കിടന്ന് കിടപ്പിന്ന് അനങ്ങാൻ വയ്യാത്ത അച്ഛനെ എന്റെ മുന്നിലേക്ക് ഇട്ടു തന്നു. സത്യമില്ലാത്ത ദൈവങ്ങൾ. ഇനി അച്ഛന്റെ ജീവൻ ഒടുങ്ങും വരെയെങ്കിലും എനിക്ക് ജീവിക്കണം. അതിന് ഈ താലിച്ചരട് എന്റെ കഴുത്തിലുണ്ടാവണം. ഈ വാരസ്യേര കുട്ടികള് ഒരുപാട് സ്നേഹിക്കണില്ലേ? വിട്ടു പോകും മുമ്പ് ഇത് മാത്രമല്ലേ ഞാൻ ആവശ്യപ്പെടുന്നുള്ളൂ. ഞാൻ പറയുന്ന കേക്ക്. ഇല്ല, മരിക്കും മുമ്പ് ഒരു ദിവസമെങ്കിലും സുബൈദാർ അബൂബക്കറുടെ ഭാര്യയായി അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. ഒന്ന് ഞാൻ തീർത്ത് പറയാം, നിങ്ങൾ ഇത് ചെയ്തില്ലെങ്കിൽ യാതൊരു പിന്നെ ഉണ്ടാവില്ല. നിങ്ങൾ പോകുമ്പോ കൂടെ ഞാനും ഉണ്ടാവും. സത്യം. അപ്പോ ഇത് വാങ്ങ്. ഈശ്വരൻ നിന്റെ ജാതകത്തിൽ ഇങ്ങനെയും കൂടി എഴുതിയിട്ടുണ്ടാവുമെന്ന് കരുതുക. ഹലോ, അതെ ഐജിയാ. താനായിരുന്നോ? ഉച്ചവർക്കത്തിന്റെ സമയത്താണോ തന്റെ മറ്റടുത്തെ കാര്യം ചോദിക്കാൻ വിളിക്കുന്നേ? ഇല്ല, നാളെ വെളുപ്പിന് തൂക്കുന്നത് വരെ ഇനി അവനെ കാണാൻ ആരെയും അനുവദിക്കുന്നതല്ല. എന്തോ പത്രക്കാര് പോയിട്ട് സാക്ഷാൽ പ്രൈം മിനിസ്റ്റർ വന്നാൽ പോലും ഇനി അബൂബക്കറിന്റെ ശവയെ കാണാൻ പറ്റൂ. എടോ, രാജ്യം മുഴുവൻ തകർക്കാൻ പറഞ്ഞ രാജ്യദ്രോഹിയാണ് അവൻ. ഇനി തന്നെപ്പോലുള്ള പത്രക്കാർ വന്ന് അവന്റെ അവസാനത്തെ മൊഴിയെടുത്ത് വെണ്ടയ്ക്കാക്ഷരത്തിൽ നിരത്തി രാജ്യം കുട്ടിച്ചോറക്കാനാ പ്ലാൻ. ഫോൺ വെച്ച് പോടാ അവിടുന്ന്. അവന്റെ അമ്മയുടെ പത്രം വാഴയ്ക്ക. എടാ കോപ്പി, നിന്നോടല്ലേ ഞാൻ കാര്യം പറഞ്ഞേ? അയ്യോ സാർ ആള് തെറ്റിപ്പോയി സാർ. ആ രാഷ്ട്രകാഹളം പത്രത്തിലെ മേനനാണെന്ന് കരുതിയ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞേ സാർ. ഞാൻ ഉടനെ പോവാം സാർ. രാത്രി മുഴുവൻ അവിടെ നിന്ന് വെളുപ്പിനെ അവന്റെ തൂക്കം കണ്ടിട്ട് ഞാൻ സാറിനെ വിളിക്കാം സാർ. ഓ, ഇനി എന്ത് പ്രശ്നം സാർ? സാറിനെ പോലെ തന്നെ അതെന്റെയും കൂടി ആവശ്യമാണല്ലോ സാർ. സാർ
സാർ. അബൂബക്കറിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അബൂബക്കർ, എന്തെങ്കിലും ആഗ്രഹങ്ങൾ? അതെ, ആരെയെങ്കിലും കാണണമെന്നോ വല്ല നെയ്ച്ചോറോ ബിരിയാണിയോ കഴിക്കണമെന്നോ അങ്ങനെ വല്ലതും? ഈ അന്ത്യാഭിലാഷമേ എന്നതാണെങ്കിലും പറഞ്ഞോ. അബൂബക്കറിന്റെ കാര്യത്തിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. അല്ല, അറിയാവല്ലോ, തൂങ്ങുന്നതിന് മുമ്പ് നിനക്കെന്ത് വേണമെങ്കിലും ചോദിക്കാം, ഞാൻ സാധിച്ചു തരും. അതിനല്ലയോ ഞാൻ തന്നെ നേരിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പറഞ്ഞാട്ടെ, കുഞ്ഞിനെന്താ വേണ്ടത്? മോനെ, കഴിവേറ്റും വരെ നിന്നെ ഞാൻ നിങ്ങൾ ജയിലിൽ ഐ ജി ആയിരിക്കാം, പക്ഷെ ഇവിടെ ഇങ്ങനെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. പിന്നെ എന്തിനീ ഫോർമാലിറ്റീസ് ഒക്കെ? യു ജസ്റ്റ് ടേക്ക് യുവർ ഗൺ ആൻഡ് ഷൂട്ട് ഹിം.
മുൻ സൈനികനായ TM അബൂബക്കറിന്റെ ശിക്ഷ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ശരിവെച്ച് ദയാഹർജി ബഹുമാനപ്പെട്ട ഇന്ത്യൻ പ്രസിഡന്റ് തള്ളിയിട്ടുള്ളതാകുന്നു. ഹൈക്കോടതി വിധി പ്രകാരം കടലുണ്ടി പഞ്ചായത്ത് തളിയൂർ അംശം ദേശം തട്ടാങ്കൊല്ലിയിൽ മുഹമ്മദ് സാഹിബ് മകൻ TM അബൂബക്കർ എന്നയാളുടെ വധശിക്ഷ 2000 ആണ്ട് ജനുവരി 15 പുലർച്ചെ 5:30 നടത്തേണ്ടതാകുന്നു. ക്രിമിനൽ നിയമ നടപടി 413, 414 പ്രകാരം ജയിൽ സൂപ്രണ്ട് പ്രതിയെ മരണം വരെ തൂക്കിലേറ്റുക എന്ന ശിക്ഷാ നടപടി നടപ്പിലാക്കി ആ വിവരം ഈ കോടതിയെ ബോധിപ്പിക്കേണ്ടതാണ്.